വക്കാന യൂനുസ് ബിനു ഉബൈദ് റഹിമഹുല്ലാഹു തആല യതവറഉ മഹാൻ സൂക്ഷ്മശാലിയായിരുന്നു. എന്ത് അയ്യഖൂല പറയലിനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹി തആല എന്നാണ് മൂപ്പര് എപ്പോഴും പറയുക. ഇന്ദ തഅജ്ജുബി മിൻ ഷൈഇൻ, എന്തെങ്കിലും ഒരു വസ്തു അത്ഭുതമായി മഹാൻ കണ്ടാൽ ഓ എന്നല്ല, അതിനെപ്പറ്റി വർണ്ണിച്ചു തീർക്കലല്ല. എന്തൊരു കൗതുകല്ലേ എന്നൊന്നും പറയില്ല, സുബ്ഹാനല്ലാഹ് എന്ന് പറയും. കാരണം അള്ളാഹിന്റെ കുദറത്തോടെ മനസ്സിലാക്കണം. ഇജ്ലാൽ റബ്ബിഹി, അത് സൃഷ്ടിച്ച റബ്ബിനെ ആദരിച്ചത് കൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയും. അള്ളാഹു തആല അങ്ങനെ ഒരു അത്ഭുതം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്, അള്ളാഹ് സൃഷ്ടിച്ചത്. അപ്പൊ അള്ളാഹിന്റെ കുദറത്താണ് അത്ഭുതം. അപ്പോൾ സുബ്ഹാനല്ലാഹ് എന്ന് പറയാം. വഖദ് കാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹിമഹുല്ലാഹു തആല, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആയിരുന്നു, ഇദാ തനാബല വലതുഹു തുഫാഹത്തു മിനൽ ഫൈഇ, സ്വത്തിൽ നിന്നുള്ള ആപ്പിൾ വല്ലതും കുട്ടി പെരുമാറിയാൽ എടുത്താൽ, ആ കുട്ടി തിന്നുകയാണെങ്കിൽ യൻസുഹ മിൻ ഫീഹി, കുട്ടിന്റെ വായിൽ നിന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ അത് ഊരിയെടുക്കും. വിശുദ്ധത്തിൽ നല്ല ഗൗരവത്തിൽ തന്നെ ഊരിയെടുക്കും, ഒരു അണുപോലും മാറ്റിയാൽ കരയക്കൂല. എന്നിട്ട് പോയി അക്കോലു മഹാൻ പറയും, അന്തജുഹ, ഞാൻ ആ കുട്ടി തിന്ന ആപ്പിളിനെ ഊരിയെടുത്തത് ഖൗഫൻ മിനല്ലാഹി തആല, അത് കാരണം അല്ലാഹ് എന്നെ ശിക്ഷിക്കാൻ അധികാരമുണ്ട്. അപ്പൊ ആ ശിക്ഷയെ ഭയന്നത് കൊണ്ടാണ്. അവർ കുട്ടികൾക്ക് പോലും തെക്ലീഫില്ലാത്ത മക്കൾ പോലും ചെയ്താൽ അതിന് ഉത്തരവാദി മാതാപിതാക്കളാണ്. അപ്പൊ അതുപോലും ശ്രദ്ധിച്ച് ജീവിച്ചവരായിരുന്നു ബഹുമാനപ്പെട്ട ഉമർ ബിൻ അബ്ദുൽ അസീസ് തങ്ങൾ എന്നൊക്കെ മനസ്സിലാക്കാം. കാരണം സ്വത്താണ്, അതതിന്റെ അവകാശികൾക്കുള്ളതാണ്. ആ അവകാശികളല്ല തൊടാൻ പാടില്ലത്. മിൻ ഖൽബി, അങ്ങനെ കുട്ടിന്റെ വായെന്ന് ഞാനത് ഊരിയെടുക്കുമ്പോ എന്റെ കൽബിന്റെ അകത്തളത്തിൽ നിന്ന് അത് എടുത്ത് വലിച്ചെറിയത് പോലെയാണ് എന്നർത്ഥം. കാരണം എന്റെ കുട്ടി നന്നായാൽ പങ്ക് എനിക്കതിലുണ്ട്. ഞാൻ പോവാണ് കേട്ടോ. പോയിക്കോളി. നാളെ പരീക്ഷ ഞാൻ തങ്ങളോട് പറയാം. ബെഞ്ചിന് പിടിച്ചിട്ടാണേ പരീക്ഷകളേ. കുട്ടികൾക്ക് പറഞ്ഞാൽ മതി, ഒരു പിടിച്ചിട്ടുള്ളൂ പറഞ്ഞെടുത്താൽ എന്ത് പരീക്ഷകളെ ബെഞ്ച് പിടിച്ചതാണ്. നാളെ പിടിച്ചിട്ട് കഴിഞ്ഞാലേ അങ്ങനെ നാളെ മൊത്തം പിടിച്ചിട്ട് ബെഞ്ചിട്ട് പോകുമ്പോ തന്നെ പിടിച്ചിട്ടാ മതി. എന്നിട്ടാണ് ഇരിക്കാൻ മതിയല്ലോ. രാവിലത്തെ ഫസ്റ്റ് മാച്ച് കഴിയുമ്പോഴേ പരീക്ഷ മുടങ്ങിടാൻ പറഞ്ഞാൽ മതി. എന്നാ പിന്നെ ക്ലാസ് അങ്ങനെ ഇന്ന് പഠിച്ചാൽ മതിയല്ലോ. കളിച്ചിട്ട് ക്ലാസുകൾ പഠിക്കാൻ പറഞ്ഞാൽ ഞാൻ തങ്ങളോട് ഏൽപ്പിക്കാം. വഖദ് ബലഗന അനിൽ ഇമാമി അബി ഹനീഫ റളിയല്ലാഹു അൻഹു, ഇമാം അബൂ ഹനീഫ തങ്ങളെ തൊട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്ത്? അന്നഹു ദഹബ ഇലാ ഗരീമിൻ ലഹു, അദ്ദേഹത്തിന് കടം കൊടുക്കാനുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിന്റെ അടുത്തേക്ക് മഹാൻ പോയി. ലിയുതാലിബഹു ബിദൈനിൻ, അദ്ദേഹത്തിന്റെ ആ കടം തരാൻ വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോകുമ്പോ വക്കാനി റജുലി, എത്തരത്തിൽ ഈ കടം കൊടുക്കാനുള്ള വ്യക്തിക്കുണ്ട് ഷജറത്തുൻ അലാ ബാബി ദാരിഹി, തന്റെ വീടിന്റെ അടുത്തൊരു മരമുണ്ട്. ആ മരമുണ്ടായിരിക്കെ ഫവഖബൽ ഇമാമു ഫിശംസി, അങ്ങനെ സൂര്യന്റെ ചൂടിൽ തന്നെ ഇമാം അബൂ ഹനീഫ തങ്ങൾ നിൽക്കുന്നു. ആ മരത്തിന്റെ തണൽ നിൽക്കുന്നില്ല. ത്വാലബഹു, ഇതിനെപ്പറ്റി ഇമാം അബൂ ഹനീഫ തങ്ങളോട് അന്വേഷിച്ചപ്പോൾ ഫഖീലഹു, അങ്ങനെ മഹാൻ അവരോട് എന്താവുന്നു, അതായത് കടക്കാരോട് കടം തേടി മഹാനവറുകൾ വെയിലിന്റെ ചൂടത്തന്നെ നിൽക്കുകയാണ്. അപ്പൊ ഈ കടക്കാരൻ മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങളോട് ചോദിക്കുകയുണ്ടായി, അലാ തഖിഫു ഫി വില്ലി ഷജറ, എന്താപ്പോ നിങ്ങൾ? അപ്പൊ മൂപ്പരല്ല, വേറെ ആരോ ചോദിച്ചതാ, നിങ്ങൾ എന്താണ് ഈ മരത്തിന്റെ നിഴലിൽ നിൽക്കാത്തത്? ഇവിടെ നിഴലുണ്ടല്ലോ, പിന്നെ എന്തിനാ വെയിലത്ത് നിൽക്കണമെന്ന് ചോദിച്ചു. ഫഖാല, അതിന്റെ മറുപടി ഇമാം പറഞ്ഞത്, ലാ ഇന്ന ലി അലാ സാഹിബിഹാ ദൈനൻ, ഞാൻ നിൽക്കൂല. എന്താ നിൽക്കാതെന്ന് ചോദിച്ചാൽ, ഈ മരത്തിന്റെ ഉടമ എനിക്ക് കടമായി പൈസ തരാറുണ്ട്.
ആ തരാനുള്ള സമയത്ത് അദ്ദേഹത്തിന്റെ നിഴൽ ഞാൻ നിൽക്കാൻ പാടില്ല. ഒഗുല്ലു കർലിൻ ജറനഫ് അൻ പോവരിബെന്ന ഒരു കടം കൊടുത്തിട്ട് ആ കടം കൊടുത്തതിനാൽ വല്ല ഉപകാരം വലിച്ചുകൊണ്ടുവരുന്ന രൂപത്തിലുള്ള കടമാണെങ്കിൽ അത് പലിശല്ലേ. അപ്പൊ അയാൾ എനിക്ക് തരാനുള്ള കടമുണ്ട്, ആ കടത്തിന് പകരം കടം ഞാൻ അന്വേഷിക്കാൻ വന്നു. അപ്പൊ ആ കടം കൊടുത്തതിന്റെ ഫലമായി അയാളുടെ മരത്തിന്റെ നിഴലില് ഞാൻ ആ നിഴൽ അനുഭവിച്ചാൽ ഉപകാരം വരും. കടം കൊടുത്തത് കൊണ്ട് ഉപകാരം എടുക്കരുത്, പലിശന് പാടില്ല. കമാ വറദ ദാലിക്കാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് അങ്ങനെ വന്നിട്ടുണ്ട്. കടം കൊടുത്ത് അതിന് ഉപകാരം ഷർത്താക്കണം എന്നുണ്ട്. ഇവിടെ ഉപകാരം ഷർത്താക്കിയിട്ടില്ലെങ്കിലും അത് വരുമല്ലോ. അത് പേടിച്ചുകൊണ്ട് മഹാൻ അവർ അവിടുന്ന് മാറി എന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെയാണ് മഹാരഥന്മാരായ അയിമ്മത്തോടെയും മുത്തഖികളുടെ ജീവിതം. അവർക്കൊരു കറാഹത്തോ അറാമോ ഒരു പേടിയാണ്. അങ്ങനെ പേടിച്ച് ജീവിച്ചവരായിരുന്നു ഇവർ മൊത്തം. അപ്പൊ കാരൻ മുഗീറത്ത് ബിൻ ശുഐബ റഹിമഹുല്ലാഹു തആല മഹാനായിരുന്നു. ഇദസ്തറ ശൈഅൻ മിൻ തവാഫിൽ അസ്വാഖി, അങ്ങാടികളൊക്കെ ചുറ്റി നടക്കുന്ന ആൾക്കാരിൽ നിന്ന് വല്ലതും വാങ്ങിയാൽ യഇദുലു ബിഹി അനി ശാരിഇ, അങ്ങനെ ആ റോഡിനെ തൊട്ട് മൂപ്പർ എന്താണെന്നറിയാമോ? ഷാരി എന്ന് പറഞ്ഞാൽ വഴി, റോഡാണ്. ആ വഴിയെ തൊട്ട് മൂപ്പർ അതുകൊണ്ട് എന്താക്കുന്ന അറിയുമ്പോ വഴിയെ തൊട്ട് തെറ്റിപ്പോവും. മൂപ്പർ ആ വഴിന്ന് മാറും. എന്നിട്ട് വയസ്തരി മിൻഹു ഖൗഫൻ ഐ യഹ്ജുദൽ മശ്യു അലൽ മാറത്തി, നടന്നു പോകുന്ന ആളുടെ മേല് നടത്തം തടയുമോ എന്നൊരു പേടി. അങ്ങനെ പേടിയുള്ളത് കൊണ്ട് ആ വഴി മൂപ്പരെന്താ അങ്ങോട്ട് വാങ്ങും. അങ്ങനെയാണ്. അപ്പൊ ആ വഴി മൂപ്പര് വാങ്ങി വിലക്കെടുക്കും. ഇതായിരുന്നു. അപ്പൊ ആർക്കും ഒരു വിഷമം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. വഖദിസ്തആറ ഖാളി ബക്കർ ബിൻ ഖുതൈബ റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ വായ്പ വാങ്ങി മിൻ വാലിദത്തിഹി, തന്റെ ഉമ്മയുടെ അടുത്ത് നിന്ന് റിദാഅൻ ഒരു തട്ടം വായ്പ വാങ്ങിയിരുന്നു. എന്ത്? ലിയഖ്ബുസ ഫീ ഖുബ്സത്തൻ, അതിലൊന്ന് റൊട്ടിക ചുട്ടി ലെവലാക്കാൻ വേണ്ടി വാങ്ങിയതായിരുന്നു. അങ്ങനെ ഇരിക്കെ കല്ലമുഖു സഖ്സും മിൻ അസ്ഹാബിഹി ബിത്വരീഖി, വഴിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു വ്യക്തി മഹാൻ സംസാരിച്ചു. ഫലം യഖിഫ് ലഹു, ഫലം യഖിഫ് ലഹു, അദ്ദേഹത്തിന് വേണ്ടി എന്താ നിന്നില്ല. അപ്പൊ നിൽക്കാതെ പോവുകയാണ് സംസാരിച്ചപ്പോ. ഫഖാലഹു, അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം, ആ വ്യക്തി ചോദിക്ക, ലിമലാ തുകല്ലിമുനി, നിങ്ങളെന്താ എന്നോട് മിണ്ടാത്തത്? നിങ്ങൾ സംസാരിക്കാതെ പോണത്, എന്നോട് മിണ്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഫഖാല, അപ്പൊ അദ്ദേഹം പറയാണ്, ഈ പണ്ഡിതൻ അറിയുന്ന ഖാദിർ പറയാം, യാഹി, എന്റെ സഹോദര, ഇന്നമസ്താരത്തു ഹാദിർ റിദ, ഞാൻ ഈ വാങ്ങി തട്ടുണ്ടല്ലോ, ഇത് ഞാൻ വായ്പ വാങ്ങിയതാണ്. ഈ അഹ്ബുദ ഫീഹി, ഞാൻ അതിനെന്ത് വേണ്ടിയിട്ട് റൊട്ടി ഇടണം, പത്തിരി ഇടണം, അതിന് വാങ്ങിയതാണ് റിദ. സല്ലാലി അഖിഫ മാഹിദിൻ ബിത്വരീഖി, വഴിയിൽ ആരെങ്കിലോട് കൂടെ ഇതുമായി നിൽക്കാൻ വേണ്ടി വാങ്ങിയതല്ല, ഇതെടുത്ത് നിൽക്കാൻ വേണ്ടിയിട്ടല്ല വാങ്ങിയത്, അത് പത്തിരി ഇടാൻ വേണ്ടി വാങ്ങിയതാണ്. വലോ അലിംത അന്നക തുകല്ലിമുനി, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് നീ അറിയുകയാണെങ്കിൽ ലകുൻത ഇസ്തഇദൻതുക ഫിദാലിക, അങ്ങനെ ആയിരുന്നുവെങ്കിൽ ലോ അലിംതു അന്നക തുകല്ലിമുനി, നീ എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ അറിയുകയാണെങ്കിൽ ലകുൻതു ഇസ്തഇദൻതുക ഫിദാലിക, ആ വിഷയത്തിൽ ഞാൻ ആ ഉമ്മയോട് ചെന്നിട്ട് സമ്മതം ചോദിക്കും. അങ്ങനെ സമ്മതം ചോദിച്ചിട്ട് ഞാൻ എന്താവുമായിരുന്നു? നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ വായ്പ വാങ്ങി ഈ സാധനം ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല, അത് വെച്ച് വായ്പക്കാർക്ക് പറ്റൂല, അത് റൊട്ടിയോടാണത്, അതിനാ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നിൽക്കാത്തത്. നിൽക്കണമെങ്കിൽ അത് വാങ്ങി എന്റെ ഉമ്മയോട് സമ്മതം ചോദിക്കണം, എന്നെങ്കിലേ പറ്റുള്ളൂ. അതിൽ പോലും അവർ കാർക്കശ്യം പുലർത്തി വറയോട് ജീവിച്ച മനുഷ്യന്മാരാണ് അവർ നടത്തുന്നത്. ബക്കർ ബിനു അബ്ദുല്ലാഹിൽ മുസ്നി റഹിമഹുല്ലാഹു തആല യജ്അലു മീസാബതതിഹി, മഹാനവറുകൾ അദ്ദേഹത്തിന്റെ വീടിന്റെ മുകളിലുള്ള പാത്തിയാക്കുമായിരുന്നു. ഇലാ ജിഹത്തി ദാരിക, തന്റെ വീട്ടിന്റെ അതേ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വെക്കും. പാത്തി പുറത്തു വെക്കൂല. ദൂനശാരി, വഴിയിലേക്ക് വെക്കാതെ. വഴിക്കാ പാത്തി വിടൂല, വെള്ളമൊക്കെ പോകൂല പാത്തിന്ന്. ആ വെള്ളം റോട്ടുക്കും വഴിക്കൊന്നും വിടൂല. എന്താ? ഖൗഫൻ അൻ യുസവ്വിസ അലാ അഹദിൻ, അതിലൂടെ നടന്നു പോകുന്ന ആർക്കെങ്കിലും എതിരിൽ അത് പ്രയാസപ്പെടുത്തും.
അങ്ങനെ തശ്വീസ് ഉണ്ടാകും, പ്രയാസപ്പെടുത്തും. ആ പ്രയാസപ്പെടുത്തല് പേടിച്ചിട്ട് വീട്ടിന്റെ ഭാഗത്തേക്ക് തന്നെ ആ പൈപ്പ് തിരിച്ചു വെച്ചിരുന്നു, റോട്ടിക്കൊന്നും വെക്കൂലാണ്. വഖദ് മാത്തത്ത് ഇൻദഹു, എത്തരത്തിൽ മഹാന്റെ അടുത്ത് വെച്ച് ഹിർറത്തുൻ, ഒരു പൂച്ച ചത്തു. അഫറലഹ, ആ പൂച്ചയ്ക്ക് വേണ്ടി മൂപ്പര് കുഴി കുത്തി. ദഫനഹ, ആ പൂച്ചയെ കുഴിച്ചു മൂടി. തന്റെ വീട്ടിൽ വെച്ച് കുഴിച്ചു മൂടി, പുറത്തോടെ കൊണ്ടേയില്ല. വലം എറിമികാബിൽ മസാബിലി, ചത്ത സാധനം കൊണ്ടുവരുന്ന ചപ്പ് ചവറുണ്ടല്ലോ, ആ കൂമ്പാരത്തിലേക്ക് കൊണ്ട് ഈ ശവത്തെ കൊണ്ട് എറിഞ്ഞില്ല. ആ എന്ത് എറിയാതിരുന്നത്? ഹൗഫും റീഗഹാരനാസി, അത് ചപ്പ് ചവറ് കൊണ്ടിരുന്ന കൂമ്പാരത്തിലേക്ക് കൊണ്ടിട്ടാൽ, കുഴിച്ചിടാട്ടാൽ ചീഞ്ഞു നാറും. നാറിക്കഴിഞ്ഞ വാസന പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നാൽ ജനങ്ങൾക്ക് അത് ക്ഷീണമാവും. അപ്പൊ ഞാൻ കാരണമായിട്ടത് വേണ്ട. അപ്പൊ എന്റെ വീട്ടിന്റെ ഉള്ളിൽ തന്നെ ആർക്കും ശല്യമില്ലാത്തവർ കുഴിച്ചിട്ടാ പിന്നെ പ്രശ്നം തീർന്നല്ലോ. ഇങ്ങനെ മറ്റുള്ളവരെ ശല്യം ചെയ്യാതെ മറ്റുള്ളവർക്ക് ഗുണകരമായ കാര്യമായിരുന്നു ഇവരൊക്കെ ചെയ്തിരുന്നത്. വഖദ് കാന ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹു തആല, മഹാനവറുകൾ എപ്പോഴും പറയുമായിരുന്നു, ഇയ്യാകും മൻ തുസാഫിറു ഇലാ മക്ക ബിശൈഇൻ മിന ശുബ്ഹാത്തി, ഹറാമോ ഹലാലോ എന്ന് തിരിച്ചറിയാത്ത ഏതെങ്കിലും ഒരു വസ്തുവായി മക്കയിലേക്ക് നിങ്ങൾ യാത്ര പോകും. ആ യാത്ര പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കണേ, പേടിക്കണം എന്നാണ്. ഫൈദാ റദ്ദ ദാലിക മിൻ ഹറാമിൻ ശുബ്ഹ ഫഇന്ന റദ്ദ ദാലിക മിൻ ഹറാമിൻ ശുബ്ഹത്തിൻ, ഹറാം അല്ലെങ്കിൽ ഹറാമ് ഹലാലും തിരിയാതെ ശുബ്ഹന്റെ സ്വത്ത്, ഇതിന് ഏതെങ്കിലും ഒരു അണുമണി ഒരു ദാനിക്ക് ഒരു സാധനം തിരിച്ചു കൊടുക്കല് അഫ്ളു ഇൻദല്ലാഹി തആല, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും പുണ്യമാണ് അതിന്. എന്താ 500 ഹജ്ജത്തിൻ ഫീഹാ ശുബ്ഹത്തുൻ, സുബ്ഹന്റെ സ്വത്തുള്ളതായിട്ട് 500 ഹജ്ജ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഹറാമും സുബഹുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് ഹജ്ജ് ചെയ്യലാണ് പുണ്യം എന്നർത്ഥം. അങ്ങനെയാണ് ഒരു അണുമണി തൂക്കം ഹറാമോ സുബഹ വരാൻ പാടില്ല. വഖദ് തറക യസീദ് ഇബ്നു ദുറൈസ് എന്നവർ ഒഴിവാക്കി മാല വാലിദിഹി റഹിമഹുല്ലാഹു തആല ലമ്മ മാത, പിതാവ് മരിച്ചു. പിതാവ് മരിച്ചു കഴിഞ്ഞാൽ സ്വത്തുണ്ടെങ്കിൽ ആ സ്വത്തിന്റെ അവകാശിയാണ്. അതിൽപ്പെട്ടൊരു മകനാണ് യസീദ്. മൂപ്പര് പിതാവിന്റെ സ്വത്ത് ഒക്കെ ഒഴിവാക്കി. കാന മാലൻ ജസീരൻ, അദ്ദേഹം നല്ല ഇഷ്ടം പോലെ സ്വത്തുണ്ട്, അങ്ങനെ സ്വത്താണത്, ഒഴിവാക്കിയിട്ടു. എന്നിട്ട് വക്കാല, ഈ പിതാവിന്റെ ഈ മകൻ പറയാണ്, യസീദ് പറയാണ്, കുന്തു അശുക്കു ബി ഹല്ലി കസ്ബി, മഹാനവറുകൾ അധ്വാനിച്ചത് ഹലാലാണോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു എന്നാണ്. എന്താ അങ്ങനെ സംശയം വരാൻ കാരണം? ഈ കൗനികി, ഈ പിതാവ് ആയിരുന്നു കാന യബിഉൽ ഉലാത്തി, അധികാരത്തിന്റെ മേലിൽ കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു, അധികാരികളുടെ മേലിൽ. അങ്ങനെ കച്ചവടം ചെയ്യുമ്പോൾ അതിൽ ഹറാമും ഹലാലും സുബയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഈ കണ്ട സ്വത്ത് മുഴുവനും അനുവദനീയമാണോന്ന് എനിക്കറിയില്ല. അത് അറിയാത്തത് കൊണ്ടാണ് ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടത്. അപ്പൊ അത് ശുഭ വരുമോ ഹറാം വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പൊ ആ സ്വത്ത് എനിക്ക് വേണ്ട, അപ്പൊ അത് ഇല്ലാതിരിക്കല്ലേ നല്ലത് എന്നാണ് ഈ മകൻ ചിന്തിച്ചത്. നോക്കൂ, ഇവരൊക്കെ ദുനിയാവുമായുള്ള ആ ജീവിതം എത്രമാത്രം ഭക്തിയുള്ളതായിരുന്നു. വകാന അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹു തആല മഹാൻ ലാ യഅകുലു മിൻ കസബി ഉലാമി, തന്റെ അടിമ അധ്വാനിച്ചു വല്ലതും കൊണ്ടെന്നൊർത്ത തിന്നൂല. ഇദാ ബഅ ശൈഅൻ വസല്ലല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൻദ ബൈഇഹി, ഈ അടിമ വിൽപ്പന നടത്തുമ്പോ സലാത്ത് ചൊല്ലിക്കൊണ്ടാണ് എന്ത് വസ്തു വിൽക്കുക. അങ്ങനെ സലാത്ത് ചൊല്ലി വിൽക്കും. ഇടുവക്കാന് യഖൂലു, അപ്പൊ മഹാൻ പറയുന്നു, ഇന്നക അത്റൈത അലൈഹി ബിസ്സലാത്തി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വ മദഹതുഹു ബിഹാ ഹത്തസ്തറാഹു നാസു, ജനങ്ങളെല്ലാരും ആ വസ്തു വാങ്ങണം. അതിന് വാങ്ങാൻ വേണ്ടി അതിനെ സലാത്ത് കൊണ്ട് പുകഴ്ത്തി നബിന്റെ സ്വലാത്ത് ചൊല്ലി പ്രേരിപ്പിച്ചിരേന്ന് ഇത് പറയുമായിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഒരു അടിമയായതുകൊണ്ട് ആ അടിമ അധ്വാനിച്ചോണ്ട് ഒരു പണം സ്വീകരിക്കൂല. അതൊക്കെ ബുദ്ധിമുട്ടായ കാര്യമാണ്. നീ അങ്ങനെ പ്രവർത്തിക്കലിനെ പേടിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അല്ലെങ്കിൽ നീ മുസ്തരോട് പറയും, ഹാദാ റഖീസുൻ ഔ മലീഹും മസലൻ, ഇത് വില കുറഞ്ഞ സാധനമാണ് അല്ലെങ്കിൽ നല്ല അഴകാർന്ന സാധനമാണെന്നൊക്കെ നീ പറയും. അങ്ങനെ പറയലിനൊക്കെ അത് പേടിക്കേണ്ടതുണ്ട്. ബൽ ബിഉഹു വ അൻത സാകിത്തുൻ,
ഇതൊന്നും പറയാതെ ആ സാധനം വിൽക്കാൻ നോക്ക്, ആള് വരുന്ന വില പറഞ്ഞോ, ജന വർണ്ണിക്കാനും പറയാൻ നിൽക്കണ്ട, നീ മൗനത്തിലായിട്ട് ആ കച്ചവടം ചെയ്ത് പോകുക, അങ്ങനെയാണ് വേണ്ടത്. നോക്കൂ മഹാന്മാരൊക്കെ ഇതൊന്നും ഇപ്പൊ തെറ്റുള്ള കാര്യമായിട്ട് പറഞ്ഞതല്ല, പക്ഷെ അവിടെ സൂക്ഷ്മത, തെറ്റ് വരുമോന്നുള്ള പേടിയാണ്. മഹാൻ അങ്ങാടിയിലേക്ക് പ്രവേശിച്ചു. തന്റെ മക്കൾക്ക് വേണ്ടി റൊട്ടി വാങ്ങാൻ വേണ്ടി അങ്ങാടി പോയതാ. ആര്? ഫുലൈൽ റളിയല്ലാഹു അൻഹു. ചെന്നപ്പോ എന്തപ്പോ കണ്ടത്? ഫറഅൽ ഖബ്ബാസ്. അപ്പൊ ഖബ്ബാസ് ഈ റൊട്ടി ചുടുന്ന ആളെ കണ്ടു. യുസബ്ബിഹുല്ലാഹു വയുഹല്ലിലുഹു. അയാൾ അള്ളാഹ്ക്ക് തസ്ബീഹ് ചെയ്തിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുന്നുണ്ട്. വയുസല്ലി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇൻദൽ ബൈഇൽ ഖുബ്സ്. ബൈഇൽ ഖുബ്സ. മൂപ്പര് റൊട്ടി വിൽക്കുമ്പോ ഒക്കെ സലാത്ത് ചൊല്ലി ഇങ്ങനെ കൊടുക്കും. ഇതാണ് ഫുലൈൽ തങ്ങൾ കണ്ടത്. തന്റെ കുട്ടികൾക്ക് റൊട്ടി വാങ്ങാൻ വേണ്ടി പോയതുമാണ്. ഫഅബൽ ഫുലൈലു അൻ യസ്തരിയ മിൻഹു. ഇയാളിൽ നിന്ന് റൊട്ടി വാങ്ങാൻ ഫുലൈൽ തങ്ങൾ വിസമ്മതിച്ചു. നമ്മളൊക്കെ എന്താ ചെയ്യാ? അത് നല്ലൊരു മനുഷ്യനാണല്ലേ, വെക്കുമ്പോഴും സലാത്ത് ദിക്റ് സലാത്ത് ഒക്കെ ചെല്ലുന്നുണ്ടല്ലോ, നമ്മൾ കാണും. അപ്പൊ അത് വാങ്ങാമോ? എന്നാ ഫുലൈൽ തങ്ങള് അത് വാങ്ങിയില്ല. അന്ന് തന്റെ മക്കളും മൂപ്പരും കൂടി പട്ടിണി കിടന്നു. പിറ്റേ ദിവസം ഒന്നും ചെല്ലാതെ സാക്കിത്തായി മൗനത്തിലായിക്കൊണ്ട് റൊട്ടി വിൽപ്പന നടത്തുന്ന ഒരു വ്യക്തിയെ കാണുന്നത് വരെയാണ്. അങ്ങനെ കണ്ടു. പഷ്തറ മിൻകു. അയാളിൽ നിന്ന് റൊട്ടി വാങ്ങുകയും ചെയ്തു ഫുലൈൽ തങ്ങള്. അപ്പൊ തീരലഹു. അപ്പോൾ ഫുലൈൽ തങ്ങളോട് ചോദിക്കപ്പെടുകയാണ്, ഇന്നഹാദ അംറുൻ സഗറുൻ യാ അബാലി. ഈ കാര്യം ഒരു എളുപ്പമായ കാര്യമാണല്ലോ അബാലി എന്ന് പറഞ്ഞു. എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പൊ അപ്പോൾ ഫുലൈൽ തങ്ങൾ പറഞ്ഞത്, ഇന്ന സഹിലക്കും ഹാദ അഖാഫു ഐ യൂരിദനിന്നാറ. നിങ്ങൾ ഈ ചെയ്യുന്ന എളുപ്പകാര്യമുണ്ടല്ലോ, അത് എന്നെ നരകത്തിലേക്ക് കൊണ്ട് ഇടുമെന്ന് പേടി എനിക്കുണ്ട്. അതാണ്. അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താലും നിങ്ങളത് ഞാൻ എന്തെങ്കിലും വാങ്ങിയാലേ അത് കാരണം ഞാൻ നരകത്തിലേക്ക് എന്റെ പോകേണ്ടതിന് പേടി എനിക്കുണ്ട്. അതുകൊണ്ടാണ്. അല്ല ദിക്റും സലാത്തും ചെല്ലിനെ പറ്റിയിട്ടല്ല. നിങ്ങൾ വിൽപ്പന നടത്തുമ്പോ ഈ ചെറിയ ശരിയല്ല, അത് പറ്റിക്കലായി മാറും നടത്തും. وكان يونس بن عبيد رحمه الله تعالى يبيع البرد والأكسية. വസ്ത്രം, പുതപ്പ് എന്നിവ വിൽക്കുന്ന ആളായിരുന്നു യൂനുസ് ബിൻ ഉബൈദ് എന്നവർ. فإذا كان يوم غيم لا يبيع ولا يخرج بها إلى السوق. അങ്ങനെ ദിനം فإذا كان يوم غيم, ഇനി മഴക്കാറൊക്കെ മൂടിയിട്ടുള്ള ദിനമാണ് അന്നത്തെ ദിനമെങ്കിൽ മൂപ്പര് അത് വിൽക്കാനും പോകൂല, അതുമായി അങ്ങാടിക്ക് പോകൂല, അന്ന് ലീവ് എടുക്കും. വസുഖിലാൻ താനിക്ക, എന്താ ഇങ്ങനെ മഴക്കാറുണ്ടാവുമ്പോ പോകാത്തത്, അല്ലാത്ത സമയത്ത് പോകണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോ കാല മൂപ്പര് പറയാണ്, ഇന്നൽ മുസ്തരിയ, നിശ്ചയമായിട്ടും ഈ വാങ്ങുന്നവൻ റുബമായറാഹു ഹസനൻ, അയാൾ കാണുന്ന ഒന്ന് അഴകായിട്ട് കാണാൻ തോന്നും. എപ്പോ? ഫിൽ ഗൈബി, മേഘത്തിൽ. വഹുവ മഈബൻ, വാസ്തവത്തിൽ അത് ഐബുള്ളതായിരിക്കാം, പക്ഷെ തെളിയൂല. അത് മഴക്കാറിന്റെ സമയത്ത് അയാൾക്ക് തോന്നുക അഴകായിട്ടായിരിക്കും. അപ്പൊ അത് പറ്റിക്കലല്ലേ വരിക. അതുകൊണ്ട് ഞാൻ അതിന് പോകുന്നില്ല, ആ പൈസ എനിക്ക് വേണ്ട. ഇതായിരുന്നു ആ കച്ചവടക്കാരനായ ആളുടെ അഥവാ യൂനിസ് എന്നവരുടെ അവസ്ഥ. അങ്ങനെയൊക്കെയാണ്. മഹാന്മാരൊക്കെ പുതപ്പും കച്ചവടമൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് സന്ദർഭങ്ങൾ നോക്കും, സമയം നോക്കി നല്ല രീതിയിൽ തന്നെ നടത്തും. ഇങ്ങനെയാണ്. വഖദ് കാനൽ അസ്മഇ റഹിമഹുല്ലാഹു തആല യഖൂൽ, മഹാൻ പറയുന്നു, മൻ ത്വലബ മിനൽ ഫുഖഹാഇ അർറുഖ്സത ഇൻദൽ മുസ്തബഹാതി. ഹലാല് ഹറാമ് എന്നിവ തിരിച്ചറിയാത്ത ഘട്ടത്തിൽ പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് വല്ല ഇളവും ഉണ്ടോ എന്ന മസല അന്വേഷിക്കുന്നവൻ, ഇൽമുഹു, അങ്ങനെ വരികയാണെങ്കിൽ അവന്റെ ആ അറിവ് സാദുഹു ഇലന്നാരി, അത് നരകത്തിലേക്കുള്ള അവന്റെ ഭക്ഷണമായി മാറുന്നതാണല്ലോ. കാരണം സുബഹ ഉപയോഗിക്കുക, അതിന് വല്ല ഇളവുണ്ടോ എന്ന് അന്വേഷിക്കാൻ നടക്കാൻ പാടില്ല. വഖദിസ്തറ അബു അലിയുൻ നശൂറാനി എന്ന് പറയുന്ന ആള് വാങ്ങി ഖമീസൻ, ഒരു നീളക്കുപ്പായം വാങ്ങി. ലബിസു, അത് ധരിക്കുകയും ചെയ്തു. ഫഖാലു സഖ്ഷൻ, അപ്പൊ ഒരു വ്യക്തി ഇത് കണ്ടപ്പോ ഇദ്ദേഹത്തോട് അഥവാ അബു അലിയിൻ നജൂറാനിയോട് ചോദിക്കാണ്, പറയാണ്,
ഇന്നിഷ്ത്രയിത്തു ഹാദ സോബ, ഈ വസ്ത്രം ഞാൻ വാങ്ങി. ഓ വീഗി, അത്തരത്തിൽ ഈ വാങ്ങുന്ന വസ്ത്രത്തിലുണ്ട് ദിർഹമും ശുബഹ, ശുബഹയിൽപ്പെട്ടതായിരിക്കുന്ന ഒരു നാണയം ഇതിലുണ്ട്. അങ്ങനത്തെ നാണയം കൊടുത്തിട്ട് ഞാൻ വാങ്ങിയതാണ്. അങ്ങനെ വാങ്ങിയൊരു വസ്ത്രമാണെന്ന വ്യക്തി പറഞ്ഞപ്പോ മഹാനബറുകൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. എന്നിട്ട് മൂപ്പർ ധരിച്ച ആ കമ്മീസ് ഒഴിവാക്കി. എന്നിട്ട് വക്കാല മഹാൻ പറയുന്നു, മഞ്ഞത്തസദ്ദഖു അലയ്യ ബിസൗബിൻ അത്താഹുറുമായി, ഔറത്ത് മറച്ചുകൊണ്ട് ഈ വള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എനിക്ക് വരണം, അയാളുടെ വസ്ത്രം ആരാണ് എനിക്ക് ധർമ്മം ചെയ്യുക എന്ന് ചോദിച്ചു. ഫാൽക്കുവാലിക്ക് സൗബൻ, അപ്പൊ ഒരു വസ്ത്രം, നല്ല വസ്ത്രം ഇട്ടെടുത്തു. നോക്കിങ്ങള്, സുബുഹന്റെ നാണയമുള്ള ഒരു നാണയയുടെ വസ്ത്രം വാങ്ങിയപ്പോ അതുവരെ ഒഴിവാക്കി, അതൊന്നും എനിക്ക് വേണ്ടെന്നാക്കി. പന്നുറിയാക്കി ഈ ആദൽ ഹുലഫി, സഹോദര ഈ സ്വഭാവം നീ പരിശോധിച്ചു നോക്കാം. ഫത്തിഷ് നഫ്സക, നിന്റെ ശരീരം പരിശോധിക്ക്. സലഫക ഫിൽ വറായി, സൂക്ഷ്മതയുടെ കാര്യത്തിൽ നിന്റെ മുൻഗാമികളോട് നീ പിൻപറ്റുക. സലാഹി, നന്മയുടെ വാദം നീ ഉപേക്ഷിക്കുക. ഇത് ലം ദാലിക, കാരണം നീ ആ നന്മ പ്രവർത്തിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഫൈന്നമല്ല വറായിന്ദഹു, ഒരാളുടെ അടുക്കൽ ഒരു സൂക്ഷ്മത എന്ന് പറയുന്ന ഒന്നില്ല എങ്കിൽ ഫഹുവ ഫസഖത്തി ഇൻദൽ മുതവറിഈന, സൂക്ഷ്മശാലിയുടെ അടുക്കൽ ഇദ്ദേഹം തമ്മാരുടെ കൂട്ടത്തിൽ പെട്ടവനാണ്. ലൈസ ലഹു നസീബും ഫീ മഖാമിഹിം, മഹാന്മാരുടെ സ്ഥാനമാനങ്ങൾ ഒരു വിഹിതം ഇത്തരം ആളുകൾക്ക് ഇല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിനെ തന്നെയാണ് സത്യം. മാ കുന്ന, ഞങ്ങളായിരുന്നില്ല, നഅഖുദു, ഞങ്ങൾ പിടിക്കുന്നവരായിരുന്നില്ല, മിൻ ലഖമത്തിൻ, ഒരു പിടി ഭക്ഷണത്തിൽ നിന്ന് പിടിക്കൂല, ഇല്ലാരിവൻ, അധികമായിട്ടല്ലാതെ, മിൻ അസ്ഫലിഹ, ഞങ്ങൾ പിടിച്ചെടുത്തതായിരിക്കുന്ന ലഖമിന്റെ അടിഭാഗത്തിൽ കിടക്കുന്ന ഭക്ഷണം, അക്സറ മിന്ന, ഞങ്ങൾ പിടിച്ചെടുത്ത ആ ലഖമിനേക്കാൾ അധികമായി കൂടുതലായിട്ടല്ലാതെ ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ എത്ര എടുത്താലും ആ ഭക്ഷണം അധികമായി വരികയാണ്, കുറയുന്നില്ല എന്ന് സാരം. അതാ റിബ എന്ന് പറഞ്ഞ പലിശ എന്നല്ല, പലിശയുടെ ഉദ്ദേശം സിയാദത്ത് എന്നാണ് അർത്ഥം. അപ്പൊ ആ അർത്ഥം വെക്കണം. അവിടെ ആ വെച്ചുകൊടുത്ത് എന്തോ ഒരു കൺഫ്യൂഷൻ എനിക്ക് വന്നത് കൊണ്ട് ഇപ്പൊ ഞാൻ ശരിപ്പെടുത്തി വിട്ടതാണ് ഇൻഷാ അല്ലാഹ്.